മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ഈ പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ പ്രോസിക്യൂഷൻ കോടതിയുടെ രൂക്ഷമായ വിമർശനമുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് വിമർശനം. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ചോദിച്ചു. നിലവിലുള്ള റിപ്പോർട്ട് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുടേതാണെന്നും ജഡ്ജി ഹണി എം വർഗീസ് നിരീക്ഷിച്ചു. ഇതിനിടെ രാഷ്ട്രീയ പ്രേരിതമാണ് കേസെന്നും അറസ്റ്റിലായാൽ മർദ്ദനമേൽക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതികൾ വാദിച്ചു. കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, കോടതി പ്രോസിക്യൂഷനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന കോടതിയിൽ സംഭവിക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് തന്നെ ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീർപ്പ് കൽപ്പിക്കുമോ? എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിനിടെയാണ് 5 പോലീസുകാരെ, ഗൺമാന്മാരുൾപ്പെടെ 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടെ KSU പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന വിഷയത്തിലാണ്. അതായത് UDF സർക്കാർ വന്നപ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. ശരണ്യ, എന്താണ് നടപടി? ടോമെ, 2023 ഡിസംബർ 15 മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വാഹനം കടന്നുപോകുന്നതിനിടയിൽ സമാധാനപരമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന അജയ് ജുവൽ കുര്യാക്കോസ്, ഒപ്പം തന്നെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന AD തോമസ് എന്നിവരെ മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് തല നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിൽ 3 അന്ന് പ്രധാനമായി പ്രതി ചേർക്കപ്പെട്ടത് അനിൽ കല്ലിയൂറും സന്ദീപുമായിരുന്നു. അനിൽ കല്ലിയൂർ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും, ഒപ്പം തന്നെ ഈ സന്ദീപ് സുരക്ഷാ ഉദ്യോഗസ്ഥനുമായിരുന്നു. ഇവരെ കൂടാതെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് 3 പേർ കൂടി ഇതിനകത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൈജു, വിപിൻ, അരുൺ എന്നീ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി, അതായത് അനിൽ കല്ലിയൂർ, സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ എന്നീ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവർക്ക് ഈ ഗൺമാന്മാരിൽ ഈ 5 പേർക്കാണ് SIT റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ കേസ്, ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ തുടക്കഘട്ടത്തിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ഈ ക്രൂരമായ മർദ്ദനം, അതായത് തലക്കുൾപ്പെടെയുള്ള മർദ്ദനത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായാണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ SITയുടെ റിപ്പോർട്ട് കോടതിയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നേരത്തെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ഇവർക്കെതിരെ ചുമത്താൻ കഴിയുകയുണ്ടായിരുന്നത്. എന്നാൽ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നീങ്ങേണ്ട സാഹചര്യവും ഇല്ലായിരുന്നു. എന്നാൽ ഇവർ ഈ നിലവിൽ SIT നൽകിയിട്ടുള്ളത് 307 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നുള്ള ധാരണ പുറത്താണ് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ ഈ ഗൺമാന്മാർ സമീപിച്ചെന്നുള്ളത്. അതായത് അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം മൂലം ഇവർ സമീപിച്ചത്. എന്നാൽ കോടതി ഇത് പരിഗണിച്ച SIT ഈ റിപ്പോർട്ടുകൾ പരിഗണിച്ചപ്പോൾ നേരത്തെ നൽകിയതിനപ്പുറത്തേക്ക് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചുമത്തിപ്പെട്ട ഒരു റിപ്പോർട്ടും കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് ഡിസ്മിസ് ചെയ്യാനാണ് സാധ്യത, ഈ ജാമ്യാപേക്ഷ ഡിസ്മിസ് ചെയ്യാനാണ് സാധ്യത എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും കോടതി കയറിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഭാഗം വാദിച്ചത് അവരുടെ സുരക്ഷയുടെ ഭാഗമായി, മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സംഭവത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ്. മറിച്ച് മുഖ്യമന്ത്രിയുടെ ജീവന് വരെ ഭീഷണിയാകുമായിരുന്നു എന്നുള്ള രീതിയിലാണ് പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ വാദിച്ചത് സമാധാനപരമായി ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരുന്ന പ്രവർത്തകരെയാണ് അകാരണമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. നിലവിലത്തെ സാഹചര്യത്തിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഇവർ കാണിച്ചു എന്നുള്ള രീതിയിൽ ഉണ്ടായി. പക്ഷേ കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി, അവർ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഈ SIT റിപ്പോർട്ട് ലഭ്യമാകാത്തതും നിലവിലത്തെ അന്വേഷണ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭ്യമാകാത്തതും
ലഭ്യമാകാത്തതും ഒപ്പം തന്നെ SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്നത്തെ ദിവസം കോടതിയിൽ ഹാജരാകാത്തതിനെ സംബന്ധിച്ചും വിമർശനം ഉയർത്തി. ഈ SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാകാത്തത് എന്താണെന്ന ചോദ്യത്തിന് തിരുവനന്തപുരത്ത് DIGയുമായുള്ള മീറ്റിംഗിനായി പോയി എന്നുള്ള മറുപടിയാണ് നൽകിയിരുന്നത്. എന്നാൽ ഈ കേസ് നേരത്തെ തന്നെ ഇന്നത്തേക്ക് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ട് മാറി നിന്നു എന്നുള്ള ചോദ്യം വന്നു. അത്തരം വിമർശനങ്ങൾക്കൊക്കെ ഒടുവിൽ റിപ്പോർട്ട് എവിടെ എന്നുള്ള ചോദ്യം ഉന്നയിച്ചു. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് വ്യക്തമാക്കിയത്. തുടർന്ന് റിപ്പോർട്ട് ഉച്ചയ്ക്ക് ശേഷം ഹാജരാക്കണം എന്നുള്ള രീതിയിൽ കോടതി ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ വാദം അവിടെ നിർത്തുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ അടിയന്തരമായി വീണ്ടും കോടതി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരികയുള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വന്നിട്ടുണ്ട് എന്നുള്ള നിയമപരമായ വകുപ്പ് തല നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നത്. ഇതിൽ അനിൽ കല്ലിയൂർ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നു ഇവർ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരിലേക്ക് പരിഗണനയിൽ ഉള്ള ആളായിരുന്നു. അതിനോടൊപ്പം തന്നെ സന്ദീപ് Z+ കാറ്റഗറി സുരക്ഷ പിണറായി വിജയന് മാറ്റിയതോടുകൂടി സന്ദീപ് ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വന്നിരുന്നു. ഇവർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ച് അവരുടെ അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ ജോയിൻ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരെ അകാരണമായി മർദ്ദിച്ച സംഭവത്തിനകത്ത് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് വന്നിരിക്കുന്നത്. ഈ കേസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം സമൂഹം മുഴുവൻ കണ്ട ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ച 2 ചെറുപ്പക്കാർ അവര് റോഡരികിൽ നിന്ന് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും റോഡരികിൽ നിന്നാണ് അവർ മുദ്രാവാക്യം വിളിച്ചത്. വാഹനത്തിന്റെ പരിസരത്ത് പോലും അവർ എത്തിയിട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന ലോക്കൽ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല ഉണ്ടായിരുന്ന അരൂർ എസ്ഐയുടെ നേതൃത്വത്തിൽ ഈ ചെറുപ്പക്കാരെ പിടിച്ചു മാറ്റുന്നു. അവർ വളരെ അതിന് ഒരു പ്രതിരോധവും സൃഷ്ടിക്കാതെ തന്നെ അവർ നടന്നു നീങ്ങുന്നതിനിടയിലായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ സഞ്ചരിച്ച വാഹനം അവിടെ കൊണ്ട് നിർത്തുകയും ഈ വാഹനത്തിൽ നിന്നും ഈ ഉദ്യോഗസ്ഥർ, അതായത് അനിൽ കല്ലിയൂറും സന്ദീപും മറ്റ് നേരത്തെ സൂചിപ്പിച്ച ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വന്ന് ഈ ചെറുപ്പക്കാരെ മർദ്ദിക്കുന്നത്. അതും വീണ് കിടന്ന ചെറുപ്പക്കാരെയാണ് അനിൽ, സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ എന്നീ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. അവിടെ ആദ്യത്തെ അടിയിൽ ലോക്കൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇത് തടഞ്ഞ ഘട്ടത്തിൽ അയാളുടെ കൈവിരലിന് പൊട്ടലുണ്ടായിട്ടുണ്ടായിരുന്നു. ഇവരുടെ അടിയേറ്റ് 2 കൈയും പിടിച്ചാണ് ഇവർ ലാത്തി വെച്ച് ആഞ്ഞടിക്കുന്നത്. ഇവരുടെ അടിയേറ്റ അന്ന് AD തോമസിന്റെ തല പൊട്ടി ചോര ഒലിച്ചിരുന്നു. എന്നിട്ടും ഇവർ അടി നിർത്തിയില്ല എന്നുള്ളതാണ്. അജയുടെ ഷോൾഡറിന് ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ വീണ് കിടന്ന ചെറുപ്പക്കാർ അടിക്കരുതെന്ന് പറഞ്ഞ് കൈ ഉയർത്തി അപേക്ഷിച്ചിട്ടും ഇവരെ വീണ്ടും അടിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ഈ ചെറുപ്പക്കാരെ അടിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതായിരുന്നു അന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. കാരണം ലോക്കൽ പോലീസിന്റെ നിയമപരമായ കസ്റ്റഡിയിലുള്ള ചെറുപ്പക്കാരെയാണ് അകാരണമായി ഗൺമാൻമാർ മർദ്ദിച്ചത്. അതിനോടൊപ്പം തന്നെ ഇവര് ഈ വാഹനത്തിൽ കടന്നു പോകുന്ന ഘട്ടത്തിൽ ഇവർക്ക് ഒരിക്കലും ലാത്തി പോലെയുള്ള ആയുധങ്ങൾ അതിനകത്ത് കരുതേണ്ടതില്ല. മറിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനം കടന്നു പോകുമ്പോൾ ആ വാഹനത്തോടൊപ്പം ഒരു നിമിഷം പോലും പാഴാക്കാതെ കടന്നു പോകേണ്ട വാഹനമായിരുന്നു ഇവരുടെ ഈ അൽക്കലിയൂറൊക്കെ സഞ്ചരിച്ചിരുന്ന സുരക്ഷാ വാഹനം. എന്നാൽ ആ വാഹനം നിർത്തുകയും മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. അപ്പോൾ അവരുടെ ഡ്യൂട്ടിയിൽ തന്നെ അവർക്ക് വീഴ്ച വരുത്തിയിട്ടുണ്ട്. ചട്ടലംഘനമായാണ് ഈ ചെറുപ്പക്കാർ ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ചെറുപ്പക്കാരെ മർദ്ദിച്ചത്. എന്നിട്ടും സൗത്ത് പോലീസ് ഈ സംവിധാനത്തിൽ കേസെടുക്കാൻ കഴിഞ്ഞില്ല. അവരെ കുറ്റം പറയാൻ കഴിയില്ല. മുകളിൽ നിന്നുള്ള സമ്മർദ്ദം അതുപോലെയായിരുന്നു സൗത്ത് പോലീസിന് മേൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായ ചൈത്ര തെരേസ ജോൺ ഇതിനകത്ത് ഗൺമാൻമാർക്ക് ചട്ടലംഘനം വന്നിട്ടുണ്ടെന്നും ഇത് ഒരു ശരിയായ നടപടി ആയിരുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകി. എന്നാൽ ആ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പൂഴ്ത്തപ്പെടുകയും ചൈത്ര തെരേസ ജോൺ ആലപ്പുഴയിൽ നിന്ന് തന്നെ സ്ഥലമാറ്റം ജില്ലാ പോലീസ് മേധാവി നൽകിയിട്ടും അത് അട്ടിമറിക്കുന്നു. വീഴ്ച വരുത്തിയ ഗൺമാൻമാർക്കെതിരെ, അതായത് 2 KSU പ്രവർത്തകരെ, KSU നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം അന്ന് പുറത്തു വന്നതാണ്. എന്നിട്ട് പോലും അവരെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ VD സതീശൻ അധികാരമേറ്റപ്പോൾ ആദ്യം പറഞ്ഞത് ഞങ്ങളൊന്നും മറക്കില്ല. അതിനുള്ള കൃത്യമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഴ്ച വരുത്തിയ, അതോടൊപ്പം KSU നേതാക്കളെ മർദ്ദിച്ച 5 പോലീസുകാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി അവരുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വിധി വരുമെന്ന് പ്രതീക്ഷിക്കാം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.